ഇന്നത്തെ ഈ വീഡിയോയിൽ ഞാനൊരു ഡൗട്ട് ക്ലിയർ ചെയ്യാനായിട്ടാണ് ആഗ്രഹിക്കുന്നത്. ഇപ്പൊ പലരും ചോദിച്ച് കേട്ടിട്ടുണ്ട്, എന്തിനാണ് ഒരു ഡോക്ടറിന്റെ ഗൈഡൻസിൽ ഡെലിവറി കഴിഞ്ഞിട്ടുള്ള ട്രീറ്റ്മെന്റ് എടുക്കേണ്ടത്? ഇപ്പൊ പണ്ടത്തെ കാലം തൊട്ട് ഇപ്പൊ നമ്മുടെ നാട്ടിലുള്ള ഒരാളെ വിളിച്ച് പ്രസവരക്ഷ ചെയ്യുന്നത് കണ്ടിട്ടുണ്ടാവും. അപ്പൊ അതുപോലെ ചെയ്താൽ പോരെ എന്ന് ചോദിച്ച് കണ്ടിട്ടുണ്ട്. അപ്പൊ ഞാൻ പറയാം, അതിന്റെ ആൻസർ പറയാൻ ആഗ്രഹിക്കുകയാണ്. ഓക്കെ, പണ്ടത്തെ കാലം എന്ന് പറയുന്നത് മിക്കവാറും പ്രസവങ്ങൾ നടന്നിരുന്നത് വീടുകളിലാണ്. അന്നത്തെ കാലത്ത് കോംപ്ലിക്കേഷൻസ് വളരെ കുറവായിരുന്നു, സിസേറിയൻസ് കുറവായിരുന്നു, നോർമൽ ഡെലിവറി ആയിരുന്നു കൂടുതലും. പക്ഷെ ഇന്ന് കാലം മാറി. ഇന്ന് നിങ്ങൾ ആലോചിച്ചാൽ മതി, ആരെങ്കിലും വീടുകളിൽ ഡെലിവറി നടത്തുമോ? എല്ലാവരും ഹോസ്പിറ്റലിലേക്ക് മാറി അല്ലെ? തന്നെ ആളുകളുടെ ബോഡി ടൈപ്പ് ഒരുപാട് വ്യത്യാസം വന്നിട്ടുണ്ട്. കോംപ്ലിക്കേഷൻസ് കൂടുതലാണ് ഇന്നത്തെ കാലത്ത്. ഇന്നത്തെ കാലത്ത് വളരെ വിരളമായിട്ടാണ് നോർമൽ ഡെലിവറി നടക്കുന്നത്, കൂടുതലും സിസേറിയൻസ് ആണ്. തന്നെയല്ല, ഡെലിവറിയുടെ സമയത്ത് പ്രഷർ വരിക, ഡയബറ്റിക് ആവുക, കുട്ടിയുടെ പൊസിഷൻ മാറുക, അങ്ങനെ ഒത്തിരി വ്യത്യാസങ്ങൾ വരുന്നുണ്ട് അന്നത്തെ കാലത്ത് വെച്ച് നോക്കുമ്പോൾ. അപ്പൊ ഈ കാലത്ത് തീർച്ചയായിട്ടും നമ്മളൊരു ഡോക്ടറിന്റെ മേൽനോട്ടത്തിൽ തന്നെയാണ് നമ്മൾ ഒരു പ്രസവരക്ഷ ട്രീറ്റ്മെന്റ് എടുക്കേണ്ടത്. ഇനിയും പറയുകയാണെന്നുണ്ടെങ്കിൽ, നമ്മൾ എന്റെ ബോഡി പോലെ അല്ല മറ്റൊരാളുടെ ബോഡി. എനിക്കുള്ള വേദന ആയിരിക്കില്ല മറ്റൊരാൾക്ക്